Welcome everyone to the second class of agricultural income. And what do you mean by non-agricultural incomes? The following are come under non-agricultural incomes. First one is income from markets. Then income from mines, quarries. ഇത് കല്ലിൻ്റെ ക്വാറീസ്, അതുപോലെ മൈൻസ്, ഇങ്ങനെയുള്ള പലതരം ഖനികൾ, അതിൽ നിന്നുള്ള ഇൻകം എല്ലാം എന്താണ്? ദാറ്റ് ഇസ് നോട്ട് കം അണ്ടർ agricultural income. ആൻഡ് ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ പേർപ്പസ്. അഗ്രികൾച്ചറിന് തന്നെ വാട്ടർ കൊടുക്കുന്ന വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും. അത് എന്തല്ല അഗ്രികൾച്ചറലായിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. ആൻഡ് ഇൻകം ഫ്രം ലാൻഡ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അതുപോലെ ചില ലാൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചില ലാൻഡ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ആൻഡ് ഇൻകം ഫ്രം ഫിഷറീസ് ആൻഡ് ഇൻകം ഫ്രം സെൽഫ് ഗ്രോൺ ഗ്രാസ് ട്രീസ് ഓർ ബാംബൂസ്. അതായത് സ്വയം വളരുന്ന ഗ്രാസ്, അതുപോലെ ബാമ്പു, മുള, വലിയ മരങ്ങൾ, ഇതെല്ലാം വിറ്റ് അതൊന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ അഗ്രികൾച്ചറൽ. ആൻഡ് ഇൻകം ഫ്രം സെയിൽ ഓഫ് എർത്ത് ഫോർ ബ്രിക്ക് മേക്കിംഗ്. ഇത് കല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ലാൻഡൊക്കെ വിൽക്കാറുണ്ടല്ലോ. ദാറ്റ് ഈസ് നോൺ അഗ്രികൾച്ചറൽ ആൻഡ് നോട്ട് ദീസ് ആർ ദി ഐറ്റംസ് നോട്ട് കം അണ്ടർ agricultural incomes. And next one is remuneration received as manager of a firm അല്ല ഫാം. ഫാം എന്നാണ് കേട്ടോ, FARM ആണ്. ഒരു ഫാമിന്റെ നമ്മൾ പഠിച്ചു ഫാം എന്നുള്ള ഇൻകം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിലും ഒരു മാനേജർ ഒരു ഫാമിൽ വർക്ക് ചെയ്തിട്ട് ഇഫ് എനി സാലറി റിസീവ്ഡ് ബൈ ദി മാനേജർ ദാറ്റ് ഈസ് നോട്ട് കം അണ്ടർ agricultural income. And dividend from a company engaged in agriculture, that is non-agricultural income, but the dividend from Indian company that is exempted, and it is also not come under agriculture. And income of the buyer of a RIP crop. RIP crop എന്ന് പറഞ്ഞാൽ വളരെയധികം പാകമായിട്ടുള്ള, അതായത് അയാൾ അഗ്രികൾച്ചറായിട്ട് അയാൾ ചെയ്തതല്ല, ആ വളരെയധികം പാകമായ എന്തെങ്കിലും ക്രോപ്സ്, എന്തെങ്കിലും വിളവുകൾ വാങ്ങിക്കുകയാണ് ഒരാൾ. അയാളുടെ ഇൻകം ഒരിക്കലും എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം. കാരണം അയാൾ അവിടെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പാകമായ ഒരു ക്രോപ്പ് വാങ്ങിക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കം അണ്ടർ അഗ്രികൾച്ചർ. ആൻഡ് ഇൻകം ഫ്രം പോൾട്രി ഫാമിങ്, ഡയറി ഫാമിങ്, കോഴി വളർത്തുക, പശുവിനെ വളർത്തുക, അതൊന്നും എന്തല്ല അഗ്രികൾച്ചർ അല്ല. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ഓഫ് റെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. എന്തെങ്കിലും അഗ്രികൾച്ചറൽ ലാൻഡിന്റെ റെന്റിന്റെ അരിയർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, പലിശ കിട്ടുകയാണെങ്കിൽ അതും എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇത്രയും ഐറ്റംസ് എന്തിൽ വരുന്നതല്ല? അഗ്രികൾച്ചർ അല്ല, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ടാക്സ് റേറ്റ് ഓഫ് 2020-21 അസസ്മെന്റ് ഇയർ. അപ്പൊ ഈ 2020-21 അസസ്മെന്റ് ഇയറിലെ ഒരു അസോസിയേറ്റ് ടാക്സ് അടയ്ക്കേണ്ട റേറ്റ്സ് ആണ് താഴെ തന്നെ. ഇത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്താണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു അഗ്രികൾച്ചറൽ പെർപ്പസിൽ എങ്ങനെയാണ് ഇതിന്റെ ടാക്സ് റേറ്റിന്റെ സമയത്ത് നമുക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്തത്. വീണ്ടും നമ്മളിത് ടോട്ടൽ ഇൻകം ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണെന്ന് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കിതൊന്ന് പറഞ്ഞു പോവാം. നമുക്ക് അസസീനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അസസീസ് ഇൻഡിവിജ്വൽസ് ബിലോ 60 ഇയേഴ്സ്, ദാറ്റ് മേ ബി മെയിൽ ഓർ ഫീമെയിൽ. ആൻഡ് അസസീസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 60 ആൻഡ് 80, ആൻഡ് അസസീസ് എബോവ് ഏജ് ഓഫ് 80 ഇയേഴ്സ്. ഫസ്റ്റ് വൺ കാറ്റഗറി ഈസ് ഏജ് ബിലോ 60 ഇയേഴ്സ്. അപ്പൊ 60 വയസ്സിന് താഴെയുള്ള അസസീസ് ആണെങ്കിൽ അവർക്ക് ഉള്ള ടോട്ടൽ ഇൻകം, ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടാവുമല്ലോ, അത് ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ഇൻകത്തിന്റെ ഫസ്റ്റ് 2,50,000 ആണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകം 2,50,000 വരെ എന്താണ്? നോട്ട് ടാക്സബിൾ. അപ്പൊ 2.5 ലക്ഷം വരെ എന്തില്ല? ടാക്സ് ഇല്ല, നില്ലാണ്. ദെൻ നെക്സ്റ്റ് 2,50,000 എത്ര അടയ്ക്കണം? 5%. ദെൻ നെക്സ്റ്റ് 5 ലാഖിന് 20%. ഇനി ബാലൻസ് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ 30 ലാഖ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 20 ലാഖ് ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക, 20 ലാഖ്. അപ്പൊ ഫസ്റ്റ് 2,50,000 നില്ല്. ദെൻ നെക്സ്റ്റ് 2,50,000 5%. ഇപ്പൊ എത്ര ലക്ഷം കഴിഞ്ഞു? 5 ലാഖ് പോയി. ദെൻ നെക്സ്റ്റ് 5 ലാഖിന് 20%. എത്ര ലക്ഷമായി? 10 ലാഖ് പോയി. അപ്പോൾ ഇനി എത്രയുണ്ട്? 10 ലാഖ് ഉണ്ട്. അതിന് എത്ര അടയ്ക്കണം? 30%. അപ്പൊ എങ്ങനെയാണ് വരിക? ഒന്നുകൂടി പറയാം. 20 ലാഖ് ഇൻകം ഉള്ള ഒരാള്, അപ്പൊ ആ 20 ലാഖില് ആദ്യത്തെ 2,50,000 ടാക്സ് അടയ്ക്കേണ്ട, നെക്സ്റ്റ് 2,50,000 5%,
അപ്പൊ എത്രയായി ഇപ്പോ ആദ്യത്തെ 2,50,000 2,50,000 പോയി. ദെൻ നെക്സ്റ്റ് 5 ലാഖിന് 20%. ഇപ്പൊ എത്രയായി 10 ലാഖ് ആയി. ദെൻ ബാലൻസിന് എത്രയുണ്ട് 10 ലാഖ്. സോ 30%. അതുപോലെ ബാക്കിയെല്ലാം അങ്ങനെയാണ്. ഇതിൽ ഏജ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് ടാക്സ് ലയബിലിറ്റിന്റെ എക്സംഷൻ ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ 2,50,000 വരെ ടാക്സ് ഇല്ലെങ്കിൽ 16ന്റെയും 18ന്റെയും ബിറ്റ്വീൻ ഏജ് ഉള്ളവരാണെങ്കിൽ അപ് ടു 3 ലാഖ് the assessee is not liable to pay tax. 3 ലക്ഷം വരെ എക്സംഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് 2 ലാഖ് 5%. നെക്സ്റ്റ് നോട്ട് 50,000, there is a mistake, this is 5 lakh 20%, and in the case of balance amount 30%. If the assessee is above 30 years or more, first 5 lakh up to 5 lakh the liability of the assessee is nil up to 5 lakh. Then next 5 lakh 20%, balance amount 30%. Then there is a tax rebate while calculating total income. Tax rebate എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം കുറവുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഒരു ഡിഡക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിൽ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ എക്സീഡ് ആവാത്തവർക്ക് 12,500 റിബേറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്കിനി ടോട്ടൽ ഇൻകം ചെയ്യുന്ന സമയത്ത് കൂടുതൽ പറയും. ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. സോ 5 ലാഖിൽ താഴെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ ദർ ഇസ് എ റിബേറ്റ് ദാറ്റ് ഈസ് അപ് ടു 12,500 റിബേറ്റ് ഉണ്ട്. സർചാർജ് മീൻസ് അഡീഷണൽ ടാക്സ് ഓൺ ദി ടാക്സ്. ടാക്സിന് മുകളിൽ വരുന്ന അഡീഷണൽ ചാർജ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. അതായത് ഹൈ ഇൻകം ഗ്രൂപ്പിന് വരുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണ് സർചാർജ്. 10% of income tax where total income exceeds 50 lakh. 50 ലാഖിൽ കൂടുതലാണ് ടോട്ടൽ ഇൻകം എങ്കിൽ 10%. Then if the total income exceeds 1 crore, 15% of the income is surcharge. Then education cess എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗം എന്തിലേക്ക് പോകും? എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനും ഹെൽത്തിനൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ദാറ്റ് ഈസ് 4%. എഡ്യൂക്കേഷൻ സെസ് 4%. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. എങ്ങനെയാണ് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ആണെന്ന് അടുത്ത് പറയുന്നത്. ആൾറെഡി പറഞ്ഞു, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ exempt from income tax under section 10(1). But in case of individuals, HUF, AOP, BOI, artificial juridical person, if the net agricultural income exceeds 5,000, it is taken into account for determining the rates of income tax on the other income liable to tax. ഇത് ഇന്ത്യയിൽ എന്താണ്? അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം the income from agriculture is fully exempted. But in the case of individuals, Hindu undivided family, association of persons, body of individual, artificial juridical persons, ഈ കേസിലൊക്കെ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലാണെങ്കിൽ ഇൻകം ടാക്സ് പർപ്പസിന് ഇത് കൺസിഡർ ചെയ്യണം. 5,000 താഴെയാണെങ്കിൽ നോക്കണ്ട. 5,000 കൂടുതലാണെങ്കിൽ ആ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ മറ്റുള്ള ഇൻകത്തിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പരിഗണിക്കും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ടാക്സ് റേറ്റുകളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.